നമുക്ക് കുറച്ച് പിൻട്രസ്റ്റി ആയിട്ടുള്ള കുറച്ച് വാൾ ഡെക്കോർ ഉണ്ടാക്കാം. ഇത് പിൻട്രസ്റ്റിൽ നിന്ന് ഞാൻ നോക്കി ഇൻസ്പോ എടുത്തതാണ്, അത് വേറെ കാര്യം. ഇൻസ്പോ എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് അത് മൊത്തത്തിൽ അതിൻ്റെ ലുക്ക് ഇഷ്ടപ്പെട്ടു, അപ്പോൾ ഒന്നും മാറ്റാൻ തോന്നിയില്ല. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ കാർഡ്ബോർഡ് ഇങ്ങനെ പല ഷേപ്പിലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട്, ഇതൊരു ഡൈപ്പ് ഉണ്ട് നമ്മുടെ കയ്യിൽ, മറ്റേ നൈഫ് ഇല്ലെങ്കിൽ ഈ കത്രിക എടുത്തിട്ട് കാർഡ്ബോർഡിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ തുളയ്ക്കുക. എന്നിട്ട് ആ തുളയിൽ കൂടെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രെയിമായിട്ട് കിട്ടും. എന്നിട്ട് ഇതേപോലെ തന്നെ ബാക്കിയെല്ലാ ഡിസൈൻസിൻ്റെയും ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ബോർഡറുകൾ മാത്രം ഇങ്ങനെ എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളിത് പെയിൻ്റ് അടിക്കുക. ഞാനിത് ഇവിടെ നല്ല പാസ്റ്റൽ യെല്ലോ കളർ, ഇത് 2-3 കോട്ട് അടിച്ചാൽ നല്ല ഈവനായിട്ട് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഫ്രെയിമിന് ബ്ലൂ, നമുക്കിത് പെയിൻ്റ് ഇല്ലെങ്കിൽ നമുക്ക് കളർ പേപ്പർ ആയാലും മതി. എനിക്കിങ്ങനെ എക്സാക്റ്റ് ആയിട്ടൊരു കളർ വേണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ പെയിൻറ്റ് വെച്ച് മിക്സ് ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ കളർ പേപ്പർ വെച്ചിട്ട് തന്നെ ഒട്ടിച്ചാണ്. അല്ലെങ്കിൽ നമുക്ക് വൈറ്റ് ആയിട്ടുള്ള ഫ്രെയിംസ് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് പേപ്പർ വെച്ചിട്ട് അതിലും ഒട്ടിച്ചാൽ മതി. അപ്പം നമ്മൾക്ക് ഈ ഫ്രെയിമിൻ്റെ ബാക്കിലായിട്ടൊരു ഞാൻ ഒരു കാർഡ്ബോർഡിൻ്റെ മുകളിൽ കൂടെ A4 ഷീറ്റ് ഒട്ടിച്ചിട്ട് ആ ഫ്രെയിം നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ ഒട്ടിക്കും. അപ്പം നമുക്കിങ്ങനെ വൈറ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കിട്ടും. എനിക്ക് ഈ പിങ്ക് നല്ല ഇഷ്ടപ്പെട്ടു, അപ്പോൾ ഞാൻ ആദ്യം അതിൻ്റെ പണി തന്നെ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ മഞ്ഞയുടെയാണ് ഉണ്ടാക്കുന്നത്, ഈ ടൂലിപ്സ് പല പിങ്കൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞിട്ട് ഈ ലീവ്സും ഫ്ലവേഴ്സൊക്കെ വരച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ ഈ ഫ്രെയിം ഈ വൈറ്റ് കാർഡ്ബോർഡിൻ്റെ മേളിൽ കൂടെ ഒട്ടിക്കുക. അപ്പോൾ ബാക്കിയെല്ലാവരും ഞാൻ സെപ്പറേറ്റ് ഉണ്ടാക്കി, കാരണം വീഡിയോ അല്ലെങ്കിൽ ഭയങ്കര ലെങ്ത് ആവും. പക്ഷെ ഇത് കാണാൻ നല്ല രസമില്ല. ഞാൻ ഇതിൻ്റെ റൂമിൽ തന്നെ ഒട്ടിച്ചു. എനിക്കിത് ഒരുമിച്ച് വന്നപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ ശരി, ബൈ.